ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാഹനമാണെന്ന് അവകാശപ്പെട്ടിട്ട് ഒരു വാഹനം നോക്കാൻ പോയതാണ്. പോയി നോക്കിയപ്പോൾ തന്നെ ക്വാർട്ടർ പാനൽ റീപ്ലേസ് ആണ്. വീൽ ആർച്ചിൻ്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ രീതിയിലൊരു ക്രാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു മേജർ ആക്സിഡൻറ്റ് സൈഡിൽ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബൂട്ടിൽ നോക്കുമ്പോൾ ബൂട്ടിൻ്റെ അടുത്തൊക്കെ റീപെയിൻറ്റ് ചെയ്തതിലും പ്രശ്നമില്ല. പക്ഷേ റീപെയിൻറ്റ് ചെയ്തതൊക്കെ വളരെ മോശമായ രീതിയിൽ ലോക്കലായിട്ട് ചെയ്തിരിക്കുകയാണ്. ടെയിൽ ലാമ്പ് പൊട്ടിയിട്ടുണ്ട്. ക്രിസ്റ്റ ആയതുകൊണ്ട് തന്നെ ടെയിൽ ലാമ്പിനൊക്കെ നല്ല വിലയുണ്ട്. അതൊക്കെ വാല്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചാസിയുടെ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് അവിടെയും പെയിൻ്റൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഓരോ ഏരിയകൾ നോക്കുമ്പോൾ സീലും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു കൊളീഷൻ അല്ലെങ്കിൽ റഫ് യൂസ് ചെയ്ത ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് പ്രതീക്ഷിച്ചില്ല. വണ്ടിയുടെ നീറ്റ്നെസ് അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, അതർ സ്റ്റേറ്റ് വാഹനം വാങ്ങുമ്പോൾ കേരള വാഹനമായിട്ട് ഏകദേശം 4-5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ആ 4-5 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിനനുസരിച്ചുള്ള വാഹനത്തിന് ചില ഫോൾട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇതുവരെ നോക്കി ഏകദേശം ഒരു 10, 50, 60 ക്രിസ്റ്റ ഞാൻ നോക്കിയിട്ടുണ്ട്. നോക്കിയതിൽ ആകെ 2 വണ്ടി മാത്രമാണ് എനിക്ക് സജസ്റ്റ് ചെയ്തെടുത്തോളൂ എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പോരായ്മകളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് നമ്മൾ കേരള വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെതായ ചില ഫോൾട്ടുകൾ ഡൽഹി വണ്ടിക്ക് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് വണ്ടിക്ക് ഉണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയായും കേരള വണ്ടിയായും മാത്രം കാണുക. കേരള വണ്ടിയുടെ ക്വാളിറ്റി അതർ സ്റ്റേറ്റ് വണ്ടിയിൽ പ്രതീക്ഷിക്കരുത്. അത് നിങ്ങൾക്ക് നിരാശാജനകമായൊരവസ്ഥ സമ്മാനിക്കുകയുള്ളൂ. താങ്ക് യു.